ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. ഇന്ന് ഞാൻ ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. കുറേ നാളുകൾ കൊണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. എനിക്കൊരു തിടമ്പ്, ഞങ്ങളുടെ നാട്ടിൽ കോലം എന്നാണ് പറയുന്നത്, തിടമ്പ് ഉണ്ടാക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ കലാഭവനിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചറിൻ്റെ അടുത്തൊന്നും പഠിക്കാനും പറ്റിയില്ല. അങ്ങനെ ഞാൻ കോലം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഉണ്ടാക്കാനാണ്. അതേ ഇതാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ലതല്ലേ? പിന്നെ ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഫാസ്റ്റിംഗ് തന്നെയായിരുന്നു. ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അതിൻ്റേതായിട്ട് നമുക്കൊരു ഐശ്വര്യം തന്നെയാണ്. നമ്മളിത് സെയിൽ ചെയ്യുവാണെങ്കിൽ പോലും നമുക്ക് ആ കൊടുക്കുന്നവർക്കും അതിൻ്റെ ഒരു എനർജി കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടത് കാർഡ്ബോർഡാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ട്. പക്ഷേ ഞാൻ എന്ത് വെച്ചാൽ 2 എണ്ണം എടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഒരെണ്ണത്തിൽ ഒട്ടിച്ചു കഴിഞ്ഞാലും പറ്റും. പക്ഷെ നമുക്ക് നല്ലതായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ 2 കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഫെവിബോർഡ് ആണ് എൻ്റെ പശ, ഫെവിക്കോളല്ല ഫെവിബോർഡാണ് വേണ്ടത്. നമുക്ക് ഇങ്ങനെ സെറ്റായിട്ടാണ് സാധനങ്ങൾ കിട്ടുന്നത്. ഇതിന് ഗുരുവായൂരപ്പനെ കിട്ടും, കുട, പിന്നെ കാതിൽ പൂവ് ഇങ്ങനെ എല്ലാം കിട്ടും. പിന്നെ കുട വേണമെങ്കിൽ അവർ റെഡിമെയ്ഡായിട്ട് തന്നെ പണിതും തരുന്നുണ്ട്. പക്ഷെ ഞാനത് ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നമുക്ക് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ലാഭമാണ്, നമുക്കത് മനസ്സിലാക്കി എടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പീഠത്തിൻ്റെ ഇത് വെച്ചതിന് ശേഷം വേണം വരച്ചിട്ട്, പക്ഷേ നമുക്ക് അകത്താണ് ഇത് വെക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കാർഡ്ബോർഡിൽ റെഡ് വെൽവെറ്റ് 2 സൈഡിലും ഒട്ടിക്കുക. നമുക്ക് എല്ലാം അതിൻ്റെ കറക്റ്റ് പൊസിഷനുള്ള സ്ഥലത്ത് നമുക്ക് ഒട്ടിക്കാം. കുറച്ചുകൂടെ വലുതാണ് നമുക്ക് വേണ്ടത്. എനിക്കിതാണ് കിട്ടിയത്. പിന്നെ പട്ടികയും പീഠവും വെൽവെറ്റും കൊണ്ട് നമുക്ക് കവർ ചെയ്യണം. കമ്പിളി നൂല് സൈഡിൽ കെട്ടാൻ വേണ്ടിയുള്ള കമ്പിളി നൂല് ഉണ്ടാക്കിയെടുക്കാം.
കുട ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കുടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സൈഡിൽ ഹോൾ ഇടണമായിരുന്നു. അപ്പോൾ ഞാൻ ഹോൾ ഇടുന്നതിന് പകരം ഗോൾഡൻ റിബണിൻ്റെ ഹോളുള്ള റിബൺ കിട്ടും. അതിൽ ഗോൾഡൻ കമ്പിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സൈഡിൽ ചെയ്യും. അപ്പോൾ 3 ഒരേപോലെ ചെയ്തെടുക്കണം. പീഠവും ഈ പട്ടികയും കൂടി സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ചെറിയ മുള്ളാണിയും കൊണ്ടാണ് അടിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ അത് അടിച്ച് വെച്ച് 2 അടിച്ച് വയ്ക്കുക. അതുപോലെ പീഠവും വെക്കുമ്പോൾ നമുക്ക് ബാക്കിൽ കൂടെ പട്ടികയും കൂടി ചേർത്ത് അടിച്ചു വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണം, ഇത് കാണാതിരിക്കാൻ വേണ്ടി ബാക്കിൽ നമുക്ക് ഗോൾഡൻ റിബൺ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തിടമ്പുണ്ടാക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ പുതിയ നല്ല ക്രാഫ്റ്റൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും.